നിന്റെ വീട് എവിടെയാ? ഞാൻ അവിടെയുള്ള ആ ബ്രിഡ്ജില്ലേ? ഏത് ബ്രിഡ്ജ്? ഇതിന്റെ ആ റോഡിന്റെ അക്കരെയുള്ളേ ആ പാലം. ആ ബ്രിഡ്ജ് അതിന്റെ അപ്പുറത്താ. ആരുടെ മകനായി? അവിടെ ദിവാകരൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ, അദ്ദേഹത്തിന്റെ സണ്ണാണ്. ദിവാകരേ? നീയിപ്പോ ഈ പിറന്നാളിനാണോ പോണേ? അതെ, ബർത്ത്ഡേ. അതല്ലേ. നിങ്ങൾ എന്തിനാ ഈ ആണും പെണ്ണും കൂടി ഒരുമിച്ച് പോണത്? അല്ല പുപ്പ, ഈ ലച്ചൂട്ട എന്റെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ. സംഭവം ഇപ്പൊ അവള് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആവാം. പക്ഷെ നീ ആണും അവള് പെണ്ണല്ലേ. എന്താ പുപ്പ ഇങ്ങനെയൊക്കെ? ഇങ്ങനെ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കരുത്. നമ്മളിങ്ങനെ പത്തറ്റിക് ആവാൻ പാടില്ലേ. ഇങ്ങനെ ചിന്തിക്കില്ലേ, തിങ്കിയല്ലേ എന്റെ അപ്പൂപ്പ? അല്ല, നീ എന്താ ഈ പറയണത്? ഇവിടെ നമുക്ക് സ്ത്രീയും പുരുഷനും എന്നുള്ള വേർതിരിവിന്റെ ഒരു ആവശ്യമില്ല. ഉണ്ടല്ലോ, വേർതിരിവുണ്ടാവണം. പക്ഷെ നിങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് പോണെങ്കിൽ ഒന്നല്ലെങ്കിൽ കല്യാണം കഴിച്ചൊരു ബന്ധം ഉണ്ടാവണം. ലച്ചൂട്ടാ, വാട്ട് എ ബ്യൂട്ടി. ലക്ഷ്മിയെ, നീ പിറന്നാളിന് പോണ കാര്യം അച്ഛനെ വിളിച്ച് സമ്മതൊക്കെ മേടിച്ചൂലേ? ചോദിച്ചപ്പോ കൊളം പറഞ്ഞൂല. അതെ, നീ ആ ചട്ടിത്തലേന്റെ കൂടെ പോണെന്ന് അച്ഛനോട് പറഞ്ഞ? പറയണേ അങ്ങനെ പറയാൻ ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കല്ലോ ഒരുമാതിരി. എന്റെ മോളെ, ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ ആണും പെണ്ണും കൂടി ഒരു വണ്ടിയിൽ പോണ കണ്ട ആൾക്കാരെന്താ പറയാ? ഇങ്ങനെ സംസാരിക്കല്ലോ, പറയാനൊന്നും പാടുന്നു. അതെ, അപ്പൂപ്പനെ ഒരുപാട് ലോകം കണ്ട ആളാ. അപ്പൂപ്പൻ പറയണ പോലെയാണ് കേട്ടാ മതി. അപ്പൂപ്പനെ ഇതൊക്കെ ഒരു നല്ല ഓട്ടോറിക്ഷ വിളിച്ചേരാം. മോൾ അതില് പൊക്കോ, ആ മൊട്ടത്തലയും പിന്നാലെ വണ്ടിയിൽ വന്നോളൂ. വേണ്ട, ഞാൻ വേണ്ടി ഇവിടെ പൊക്കോളാം. അപ്പൊ ഒന്ന് അറിഞ്ഞിടുന്നു. അല്ല കുട്ടിയെ, ഞാൻ അതാ പോണ പെണ്ണ്. നീ അവിടെ ഒരു മിനിറ്റ് ദൂരിക്ക. ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിരിക്കും. ഇവിടെ പിടിച്ചാൽ ഞാൻ തള്ളിയിരിക്കും. കുണ്ടിലും കുഴിയിലൊന്നും ചാടിക്കരുതിട്ടാ. പൊക്കോ, ഇവിടെ പിടിക്കേ. എന്ത് പറഞ്ഞാലും സമത്വം. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളോട് പ്രസവിക്കാൻ പറയും. നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞാ നടക്കൂലോ, അതൊക്കെ ഞാൻ പറഞ്ഞാ നടക്കൂലോ. ശരിയാ. ലക്ഷ്മി ലക്ഷ്മി ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. എന്നോട് പറയാതെയോ? നിങ്ങളാരാ? ഓക്കെ, അപ്പൊ ഞങ്ങള് വന്ന എന്താന്ന് വെച്ചാല് മാർച്ച് 8-ാം തീയതി വുമൻസ് ഡേ ആണ്, അതായത് വനിതാ ദിനം. അതെ, അതുപോലും അറിയാതെ നിൽക്കാം. ലക്ഷ്മി ഇല്ല, ലക്ഷ്മി വരുമ്പോ പറഞ്ഞോളൂ. അല്ലല്ല, ഇത് കേക്കോ. അപ്പൊ വളരെ വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരുപാട് കലാപരിപാടികളുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പൊ അതിന്റെ പിരിവിന് വേണ്ടി വന്നതാണ്. അല്ലേ, ഇത് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ പരിപാടിയല്ലേ? പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാ ഇവൻ? ഇതാണോ പെണ്ണോ? അതെ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരു പുരുഷനാണ് ഞങ്ങളുടെ സത്യശീലൻ. അപ്പൊ നിങ്ങളുടെ കെട്ടിയന്മാരൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണില്ല എന്നർത്ഥം. അവർക്ക് വേറെ ജോലിയില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേ ദിവസം വരിക, അവിടെ ഒരു പ്രഭാഷണം ഉണ്ട്. അല്ല, അത് വേണോ? സദ്യക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വന്നാ വല്ലതും കൊടുക്കുവോ? അതിനല്ലേ ഫണ്ട് ശേഖരണം. 1000 1500. 1500. എന്തായാലും ഒരു സമാധാനം ഉണ്ട്, കെട്ടിയന്മാർക്ക് തിന്നാനേലും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ലക്ഷ്മിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ എല്ലാ സംശയവും ഇതോടുകൂടി മാറും. മോൾ എവിടത്തെ? ഞാൻ ഫ്രാൻസിസ് ടെററിന്റെ വൈഫാണ്. അല്ല, അതിപ്പോ അടുത്ത് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, ഞങ്ങളുടെ കല്യാണം അടുത്താണ് കഴിഞ്ഞത്. മോൾക്കിപ്പോ എത്ര വയസ്സായി? അല്ല, ഈ ചെറു പ്രായത്തിൽ തന്നെ മുടി നിരക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. മനസ്സിലായില്ലേ? കിഴക്കിലെ പ്രദീപിന്റെ ഭാര്യ
സുശീല. അയ്യോ ആ കല്യാണം കഴിച്ച സമയത്ത് മറ്റൊരു മാക്സി ഇട്ട പൈപ്പിന്റെ വീട്ടിലെ തല്ലുകൂടി നടന്ന കൊച്ചല്ലേ ഇത്? കോലം മാറി ഒരു മാറ്റേ. പരിഷ്കാരമൊക്കെ ആണ്. അപ്പൊ ശരിയെന്നാ സമയം. അല്ല മോള് മറ്റേ ഗൾഫിലുള്ള പാരിജാതന്റെ ഭാര്യയല്ലേ? ആ അവൻ ഗൾഫിലാണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കാം. ഇപ്പൊ സകലരുടെയും ജാതകം അറിഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ വന്നാ മതി. ലക്ഷ്മി വരുമ്പോ പറയാ ഇത് പൈസ ആയിട്ട് തരാം, അല്ലെങ്കിൽ എന്റെ മൊബൈലിലേക്ക് അയക്കാൻ പറയണം. അത് ലക്ഷ്മി അയക്കാം, ലക്ഷ്മി അയക്കാം. അയച്ചോളൂ. അപ്പൊ ശരി, അപ്പൊ ശരി. വാ, 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 വേഗം വാ, വരിക, വാ. ഉണ്ണാൻ. ഓ അയ്യോ വേണ്ട. സ്ത്രീ സമത്വം അവരുടെ അവകാശം, എന്നിട്ട് കാശ് നമ്മുടെ വേണം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മാർച്ച് 8 വനിതാ ദിനമാണ്. അപ്പൊ ഇത്തവണ വളരെ വിപുലമായിട്ട് നമുക്ക് ആഘോഷിക്കണം. കഴിഞ്ഞ മുമ്പത്തെ പോലെയല്ല, നിങ്ങളുടെ എല്ലാവരെയും പരിപാടി ആയിക്കോട്ടെ, ഡാൻസോ പാട്ടോ അങ്ങനെ എന്താണ് വേണ്ടേന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് കാര്യം പറയുമ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ, ഇപ്പോൾ ഈ നിമിഷം മുതൽ എല്ലാവരും തീരുമാനം എടുക്കുക. മാർച്ച് 8-ാം തീയതി പരിപാടി കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ കാര്യമുള്ളൂ. അത് തന്നെ. അപ്പൊ ഇനിയിപ്പോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഉദ്ഘാടക വേണം. എന്റെ ഒരു അഭിപ്രായത്തിൽ കൗസല്യ ടീച്ചർ വേണ്ട. അത് നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാം. അല്ല, ഞാൻ നല്ല ആളെ കൊണ്ടുവരുമല്ലോ. അല്ല എന്നാലും ഒന്നും കാണാതെ ഞാൻ ഇത് പറയില്ലല്ലോ. നമ്മുടെ എല്ലാ പരിപാടികൾക്കും കൗസല്യ ടീച്ചറാണ് വരണത്. അല്ല പ്രസിഡന്റ്, ഞാൻ പറയണ ആളില്ലേ ഇത്ര വർഷമായിട്ട് എനിക്ക് അറിയണ കാര്യല്ലേ? അത് പ്രസിഡന്റ് നോക്കി തീരുമാനിച്ചോളൂ. അതെ, അത് നമുക്ക് നല്ല ആളെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരെ നമ്മൾ അടുപ്പിക്കേ വേണ്ട. ചേച്ചി, അന്നത്തെ ദിവസം നമുക്ക് ഭർത്താക്കന്മാരെ ഒഴിവാക്കിയാലോ? ഒഴിവാക്കിയല്ലോ. ആ ദിവസം ഒഴിവാക്കുന്നോണ്ട് കുഴപ്പമില്ല, ഒഴിവാക്കിക്കോട്ടെ, അത് കുഴപ്പമില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ പുരുഷന്മാരെക്കാൾ ഒരു പടി മുകളിലാണ് എന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രസിഡന്റെ, നമ്മൾ ഈ പിരിവിനിറങ്ങുമ്പോ ചിലര് കളിയാക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്യും. അന്നേരം എന്താ ചെയ്യണ്ടേ? ഒന്ന് നോക്കട്ടെ, 2 അടി അങ്ങോട്ട് കൊടുക്കണം. സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ട് ലക്കി വെളുപ്പിക്കാം. അത് നല്ല നമ്മുടെ പരിപാടിക്ക് ഒരു ഹൈപ്പും കിട്ടും. ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. അതെന്താ? അല്ലെ, നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കാൻ വേണ്ടിട്ടേ ഏതെങ്കിലും ഒരു ആണ് നമ്മുടെ കൂടെ വേണ്ടേ? അതായത് നമുക്ക് നല്ലോണം വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മുടെ ആശയങ്ങളോട് കൂടെ നിൽക്കുന്ന, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പെരുമാറുന്ന അങ്ങനെ ഒരാളെയാണ് നമുക്ക് ആവശ്യം. സത്യശീല മതിയല്ലോ. സത്യശീലനാവുമ്പോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. വളരെ നിഷ്കളങ്കനാ. ഹലോ മണ്ടു, ഞാനിവിടെ കണത്തിൻകരയില്. ആണോ? ഓ പിന്നെന്താ? വിട്ടോളൂ. പോവാം. സത്യ ഒരു മിനിറ്റ്. എന്താ രാവട്ടാ? ഇന്നലെ രാത്രി എന്റെ മോള് പരീക്ഷ കഴിഞ്ഞ് ബസ് ഇറങ്ങി വരുമ്പോ നീയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടാക്കിന. അവള് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ ഇന്നലെ ഒരുപാട് വൈകിയല്ലോ. അപ്പൊ കവലയിൽ ഇറങ്ങിയപ്പോഴേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാണ്. നീ അവള് ദേഹത്ത് മുട്ടിയാ? മുട്ടിയൊന്നുമില്ല. എന്ത് നീ മുട്ടി? ഇല്ല രാഘവേട്ടാ, ഇനിയിപ്പോ രാത്രിയല്ലേ, അപ്പൊ അറിയാതെ എങ്ങാനും ചിലപ്പോ ഒന്ന് മുട്ടി കാണും, അത്രേ ഉള്ളൂ. നീ മുട്ടിന്ന് അവള് പറഞ്ഞു. കട മുതൽ വീട് വരെ നീ മുട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ കൈക്ക് നീര് വന്നിട്ടില്ല. വെയ്യാമറ്റ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കും, മനസ്സിലായാ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാതെന്നറിയാ? ഇത് നാട്ടുകാരറിഞ്ഞാ എന്റെ മൂക്ക് മോശം, അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടോ? ആരോടും പറയണ്ട. കറക്റ്റ്. ശരി. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? വിറക്കണ്ട. സത്തു എവിടെയത്? സംസാരിച്ചോണ്ടിരിക്കുവാണോ? അപ്പൊ ശരി, പോട്ടെ നമുക്ക്. നീ ഇറങ്ങിയ ഞാൻ ഓടിക്കാം. അതന്നെയാ നല്ലത്. കയറോ? പിടിക്കട്ടെ.
തള്ളേ ആ ഫോൺ എടുത്തേ ഫോൺ തള്ളേ ഇതടക്കം കൊണ്ടു അത് ചാർജിന് വെച്ചിനോ അത് ഞാൻ പറയണ ചാർജ് വെക്ക് അത് കഴിഞ്ഞിട്ട് ചാർജ് വെച്ചിട്ടോ കുത്ത് പണി കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുണ്ട് നീ പോയാൻ ശരി, ഫോൺ ചാർജ് വെക്കൊണ്ട് ആരോടും പറയണ എന്ത് മണ്ടിയാ ഈനല്ല കല്യാണം പോട്ട് നെല്ല പാടും ചവിട്ട അവിടെ ചമ്മിച്ചേർത്തമ്മ നാ, കഴിക്ക്. എന്നോട് തന്നെ കുറക്കാൻ നോക്കിയാ ഞാൻ കൊണ്ടുവന്നായി തള്ളേ ക്ലാസ് കൊണ്ട് വെച്ച് കഷ്ടാണ് മനുഷ്യ, നിങ്ങൾക്ക് കൊണ്ടുവച്ചൂടെ? ഞാൻ രാവിലെ തുടങ്ങണ പണിയല്ലേ ഇവിടെ. ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് ഈ ഗ്ലാസ് എടുത്ത് അവിടെ കൊണ്ടുവെക്കല എന്താ കൊണ്ടുവച്ചാല് എനിക്ക് പറ്റൂലേ രാവിലെ തുടങ്ങണ പണിയത്. കേട്ടെ കേട്ടെ എന്താണ്? ഞാൻ ഒറ്റ കുറഞ്ഞു ചോദിച്ചോട്ടോ എനിക്കെന്തെന്ന് ഇവിടെ പണി ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? നീ എന്ന് പറഞ്ഞേ എനക്കെന്ത് ഇവിടെ പണിതാ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി എന്നാണ് ഞാൻ രാവിലെ തുടങ്ങി ചെയ്യണ കണ്ടൂടെ? അപ്പൊ നിങ്ങൾക്ക് എടി നിന്നെ കെട്ടിക്കൊണ്ടത് എന്റെ കാര്യം നോക്കാനാണ്. ഞാനാ നിന്നെ കല്യാണം കഴിച്ച്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ചെലവിന് നിങ്ങൾ കൊണ്ടുവരുമോ? എടി നീ എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭാര്യയല്ലല്ലോ. അതെ അതെ അതെ, പഞ്ചായത്തിലെ മാതൃകാ ഭർത്താവാണ് നിങ്ങൾ. അതെ മാതൃകാ ഞാൻ മാതൃകനായ പുരുഷനാണ്. അതെ, അതെ. അതെ അങ്ങനെ തന്നെ. ഞാനിവിടെ ചോപ്പത്തിയിട്ടുണ്ടല്ലോ. ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഭാര്യന്റെ പണി. നീ പറ, സത്യം പറ. നീ തർക്കുത്തരം പറഞ്ഞില്ല എന്നോട്. ഉന്നോട് തർക്കുത്തരം പറയാൻ മാറ്റി നീ ആയിട്ടാ നീ വളർന്നിട്ടടി. ആദ്യം പോയി പണിയെടുത്ത് പൈസ കൊണ്ടു എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭർത്താക്കന്മാരായി അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പുറത്തിപ്പുറത്ത് നോക്കുന്നുണ്ട്, അപ്പുറത്തിപ്പുറത്ത് നോക്ക്. അപ്പുറത്തിപ്പുറത്തെ വീട്ടുകാരെ നോക്ക് നിങ്ങൾ. അവരെന്തിനും സുഖമായിട്ടാ ജീവിക്കുന്നത്. കാരണം എന്താ? ഭർത്താക്കന്മാര് പഠിക്കൂ. ഞാൻ പോലും എനിക്ക് ഇപ്പൊ പൈസ ഉണ്ട്. എനിക്ക് ആ പൈസ തീരുമ്പോ ഞാൻ പഠിക്കും. എനിക്ക് ആ പൈസ തീരുമ്പോ അതുവരെ എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഞാൻ പട്ടിപ്പണി എടുക്കാൻ. ഇപ്പം മനസ്സിലായ കാര്യങ്ങളോ അങ്ങനെ വിട്ട് പോന്നല്ലോ നീ. കാട്ട എന്നെ കാട്ടട ഇവൾ അങ്ങനെ വിട്ടൂടാ. രാവിലെ തുടങ്ങണ പണിയാണ് ഇവിടെ. അതാരും ചിന്തിക്കില്ല. ഭർത്താവിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, എല്ലായിടത്തും പോയി പണിയെടുക്കണം. എന്നിട്ട് ചിരിച്ചു പിന്നെ ഇവിടെ ഒന്നുമില്ല. 5 പൈസ ഇല്ലാണ്ടിരിക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പൊക്കോ ഒന്നുമില്ല ഇവിടെ. എടി വീട്ടിലേക്ക് വന്നു കയറി ഒരു മഹാനെ പറഞ്ഞേക്കാൻ ഇന്ത്യ രാജ്യത്തിൽ എന്റെ ഭാര്യ സാരക്ക് ആരാണ് അധികാരം കൊടുത്തത്? അത് ഇന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. എടി റേഷൻ കാർഡിൽ ഗൃഹനാഥൻ എന്നല്ലേ ഒരു പേരുണ്ട്, 2 അക്ഷരം അടിയിൽ ഉണ്ണി. അത് ഞാനാടി. ഉണ്ണിയല്ല ഇപ്പൊ എന്റെ പേരാ. ആ പേര് മാറ്റില്ല. എന്ത് പേര് മാറ്റിയാലും ഒരു വീട്ടിലേക്ക് വന്ന് ഒരാളെ പറഞ്ഞേക്കാനുള്ള അധികാരം ഭർത്താവിനാണ്. അത് ഞാൻ പറയും. നീ എല്ലാം പറയണ്ട്. ഇനി ഞാൻ ഉണ്ണിയടിയില്ല ഭർത്താവായിട്ട്. നീ വെറും ഭാര്യയാടി. മാറിക്കും കൊണ്ട് നിന്നോട് ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞത് ആര്? അത് പറയാനുള്ള അധികാരം ഇവക്കില്ല. ആ അധികാരം എനക്കാണ്. ഇവിടെ 10 പൈസ ഇല്ല. പോടുന്നു. നീ പിച്ചടിക്കണ്ടില്ല. നിനക്ക് പണിയുണ്ട്. ഞാനും പറഞ്ഞു. നീ
പൂന്താൻ പാടെ നിൽക്കുവായിരുന്നു ഒരു ചൂരെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കലാണ്. നേരത്തെ ഒരു സുകുമാരനെ പറഞ്ഞല്ലോ അപ്പുറത്തെ, ഓനും നീ തമ്മിൽ എന്ത് വന്നു? ഏത് സുകുമാരൻ? സുകുമാരൻ അപ്പൊ സുകുമാരൻ ഞാൻ കേട്ടു, ഞാൻ എല്ലാം മനസ്സിലാക്കും. നിങ്ങക്ക് പ്രാന്ത് എനിക്ക് ഭ്രാന്തല്ല, എന്റെ കൂടെ പറയപ്പെടാം. സുകുമാരൻ ഓനെ ഞാൻ ഇന്ന് ഓനെ കത്തിച്ചളിയും. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താ? സുകുമാരനാണോ പ്രശ്നം? സുകുമാരനാണോ നിങ്ങളുടെ പ്രശ്നം? വേറെ ആണ്ടടി, വേറെ ആരുടെ പറ, എല്ലാവരും പറഞ്ഞിട്ട് വരട്ടെ. പാട്ട് നിനക്ക് ചെലവരും ഞാനാണാ, നീ എന്നാ നീരാത്തോക്കം രണ്ടും കിടക്കന്നെ. ചെലവ് എത്ര ബിസ്ക്കറ്റ് എത്ര ബീഫ് എത്ര ചിക്കൻ